ഇന്ന് എണീറ്റപ്പോ പുറത്ത് നല്ല മഴയാണ്. ഇന്നിപ്പോ സ്വീഡനിൽ ഒരു അവധി ദിവസം കേട്ടോ. അപ്പൊ എന്തിന്റെ അവധിയാന്ന് നോക്കിയിട്ട് അവധി ആഘോഷിക്കാന്ന് വിചാരിച്ച് ഞാൻ നേരെ ഗൂഗിൾ എടുത്തു. ഗൂഗിൾ പറയുന്നത് അസഷൻ ഡേ എന്ന് പറയുന്ന ഒരു ഡേ ആണെന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ സംതൃപ്തിയിൽ ഞാൻ നേരെ അടുക്കളയിലോട്ട് വിട്ടു. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇവിടെ ഷോക്ക് അടിച്ചേക്കണു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ വലിയ വർക്കിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കഴിക്കാന്ന് ഓർത്ത് അടുക്കളയിൽ കയറി ഞാനുള്ള അപ്പവും കടലക്കറിയൊക്കെ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പൊ നാളെയാണ് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പൊ ഇന്നൊരു ഫ്രീ ദിവസം ആയതുകൊണ്ട് ഞാനും ഒരു സുഹൃത്തും കൂടി ഒരു റെന്റ് കാർ എടുത്തൊന്ന് അവസാനമായിട്ടൊന്ന് ഓടിച്ചു പഠിക്കാൻ നോക്കും. അപ്പൊ ഞങ്ങൾ തൊട്ടടുത്തുള്ള സർക്കിൾ കെ എന്ന് പറയുന്ന പെട്രോൾ പമ്പിൽ നിന്നാണ് കാർ എടുക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കാർ എടുത്ത് കുറെ മണിക്കൂർ അങ്ങ് ഓടിച്ചു നോക്കി കേട്ടോ. അപ്പൊ ഒരു 100 കിലോമീറ്റർ ഓടിച്ച് 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി. ടോട്ടൽ ചെലവ് ഏകദേശം ഒരു 5500 രൂപയായിട്ടോ. അപ്പൊ തിരിച്ച് വീടെത്തി കഴിഞ്ഞപ്പോഴായിരുന്നു റിയൽ ട്വിസ്റ്റ്. ഒരാൾ തലയ്ക്ക് കൈയും കൊടുത്ത് ഇരുട്ടത്തിരിക്കുന്നുണ്ട്. ഇന്നിവിടെ കറണ്ട് ഇല്ല. അപ്പൊ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കറണ്ട് ഉണ്ട്. നമ്മുടെ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ലാൻഡ് ലോണിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാതിരാത്രി ഇലക്ട്രീഷ്യന്മാരും ഇല്ല, ഞാനൊരു ജനറേറ്ററുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി വെച്ചു കേട്ടോ. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ജനറേറ്ററും കൊണ്ട് തന്നിട്ട് നാളെ ഒരു ഇലക്ട്രീഷ്യനെ വിടാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പൊ നാളെ കാലത്ത് തന്നെ 150 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാനുള്ളതുകൊണ്ട് ഞങ്ങളുള്ള ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് കയറി കിടന്നു കേട്ടോ.